ഇത് എത്ര ആൾക്കാർ കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇതിൽ പറഞ്ഞത് മകളുടെ വളക്കാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും പറ്റിയില്ല. വിധവ എന്നുള്ള ലേബലിൽ മാറി നിൽക്കേണ്ട വന്നു. ഒരു പ്രവാസിയായിട്ടുള്ള ടീച്ചർക്കാണ് ഈ ഒരു വിവേചനം നേരിട്ടത്. ഓക്കെ, അതായത് ഭർത്താവ് മരിച്ചു, അതുകൊണ്ട് എന്താ സ്വന്തം മകളെ കുട്ടീൻ്റെ വളക്കാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയണത് ഒരിക്കലും ഒരു ന്യായമായ പരിപാടിയല്ല. ഓക്കെ, ഇപ്പം എത്രയോ ആൾക്കാർ എന്താ പറയുക, മരിച്ചിട്ടും ഭർത്താവ് മരിച്ചിട്ട് വേറെ കല്യാണം കഴിക്കുന്നുണ്ട്, ഓരോ കുട്ടികളെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലും എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉള്ളൂ. വേറെ എവിടെയും ഇത്തരം വിവേചനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇത് കൾച്ചർ അല്ലെങ്കിൽ ഒരിത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഭർത്താവ് മരിച്ചു ഒരു വേറെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികളുടെ പരിപാടികൾ നടത്തുന്നു, ഫങ്ഷൻസ് നടത്തുന്നു, അറ്റൻഡ് ചെയ്യുന്നു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെയാണ് പ്രശ്നങ്ങൾ മൊത്തം ഉള്ളത്. ഇതൊക്കെ നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അതൊക്കെ എന്നോ മാറേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ. ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള എന്താ പറയുക വിവേചനങ്ങൾ നേരിടുന്ന യുവതികളുണ്ട്. ഭർത്താവ് മരിക്കില്ല ചെയ്യണം, അല്ലാതെ ഒരു വേറൊരാളെ കൂടെ ചാടിപ്പോവുക വീതത്തിന് പോവുക അതൊന്നും അല്ലല്ലോ. ഭർത്താവ് മരിച്ചു, അത് അതിൻ്റെ പേരിൽ ഒരു ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളെയും. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു പരിപാടി നടത്തുക, ചടങ്ങ് നടത്തുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഇതാ നടത്തണമെന്ന് നമ്മൾ ചടങ്ങ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ ഒന്നും കൂടി മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരേ ചിന്താഗതി ശരിയല്ല. പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഓരത് ഒരുപാട് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ സദ്യ എന്ന് പറഞ്ഞ ആചാരം തുടരുന്ന സ്റ്റേറ്റും ജില്ലകളും വില്ലേജുകളും ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ ഭർത്താവ് മരിച്ച വേറെ കല്യാണം കഴിക്കാൻ പാടില്ലാത്ത വിലക്കുള്ള ഗ്രാമങ്ങളുണ്ട് യുവതികൾക്ക്. പിന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു ഗ്രാമത്തിൽ മുസ്ലിം പെൺകുട്ടികൾ ഷോർട്സ് ഇടുന്നത്, മൊബൈൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണതൊക്കെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമ്മളൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാനും എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അനുവാദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിയമം. അതിനൊക്കെയാണ് വേണ്ടത്. ഓക്കെ, പുതിയൊരു വീഡിയോ നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളെ അഭിപ്രായം കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ.